ഇവരെൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളാണെന്ന് പറയാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. ഏറ്റവും എനിക്ക് അത്രയും മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന 2 ഉദ്യോഗാർത്ഥികളാണ്. കാരണം അർജുൻ്റെയൊക്കെ കുടുംബം എന്ന് അറിയിക്കുമ്പം അത്രമാത്രം വിഷമമാണ്. കാരണം അച്ഛനും അമ്മയൊക്കെ കൊച്ചിലേ നഷ്ടപ്പെട്ട് അമ്മുമ്മയാണ് സ്നേഹത്തോടെ വളർത്തി. അമ്മുമ്മയെ വളർത്തിയെടുത്ത് നല്ലൊരു ജോലി നേടണമെന്ന് കൊച്ചിലേ ആഗ്രഹം കൊടുത്തു. ഇവനും ഇവൻ്റെ ചേട്ടനും പഠിച്ചപ്പം ചേട്ടനും ജോലിക്കാരനായി, ഇവനും ജോലിക്കാരനായി. എന്നാലും ഓരോന്ന് ആലോചിച്ച് നോക്കെ, അച്ഛനും അമ്മയും ഉള്ള എല്ലാ സാഹചര്യവും ഒരുക്കുന്നവർക്ക് ഇപ്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് അവൻ വളർന്ന് അവൻ നല്ലൊരു വീട് വെക്കണമെന്നും നല്ലൊരു വണ്ടി എടുക്കണമെന്നും ഇതെല്ലാം ആഗ്രഹിച്ച് ഇപ്പോൾ അവൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ പോയി. അത് എത്ര നന്ദി പറഞ്ഞാലും പറ്റത്തില്ല. എനിക്ക് അത്രയും സന്തോഷമാണ് അവൻ ഈ റാങ്കിൽ എത്തിച്ചേരണമെങ്കിൽ. അതുപോലെ ആനന്ദിൻ്റെ കാര്യത്തിലും കൊച്ചിലെ തന്നെ അമ്മ ഇല്ല, അച്ഛനാണ് അവനെ എല്ലാ കാര്യത്തിനും കൊണ്ട് നടന്ന എല്ലാ കാര്യങ്ങളും. ഇപ്പോഴും അത്രയും സ്നേഹമാണ് ആനന്ദിന് അച്ഛനോടെന്ന് പറഞ്ഞാൽ അവനെ 100 നാക്ക അച്ഛൻ്റെ കാര്യത്തിൽ. കാരണം അമ്മ കൊച്ചിലേ പോയതാണ്. അപ്പോൾ അച്ഛനിലൂടെ ഇപ്പോൾ ആ വിജയം അച്ഛൻ സന്തോഷിക്കുക, കേക്കൊക്കെ മേടിച്ച് സന്തോഷിക്കുകയാണ്. ഒത്തിരി സന്തോഷം. വളരെ അഭിമാനത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ഇടത്തും വലത്തും നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഏറ്റവും ഉയർന്ന റാങ്ക് മാർക്ക് നേടിയ 1ാം റാങ്ക്, അതായത് LGS പരീക്ഷയിൽ മാർക്ക് അടിസ്ഥാനത്തിൽ 1ാം റാങ്ക് പ്രിയപ്പെട്ട ആൾ അർജുൻ കേരളപുരം. LDC പരീക്ഷയിൽ കൊല്ലം ജില്ലയിൽ മാർക്ക് അടിസ്ഥാനത്തിൽ 1ാം റാങ്കും ജനറൽ കാറ്റഗറിയിൽ 2ാം റാങ്ക് നേടിയ നമ്മുടെ ആനന്ദ് ചെറിയേലയാണ്. വളരെ സന്തോഷമാണ്. ഇവരുടെ പഠിത്ത സ്റ്റൈല് കേൾക്കുമ്പം തന്നെ നമുക്ക് അഭിമാനം. ആ ഒരു പരീക്ഷ വിളിച്ചതിന് ശേഷം അവർ പൂർണ്ണമായി ഇതിലോട്ട് അങ്ങ് അഡിക്റ്റ് ആവുകയായിരുന്നു. പിന്നെ റാങ്കുകളുടെ പെരുമഴയാണ് രണ്ടുപേരും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല റാങ്ക് നേടണമെന്നാണ് ഓരോ പരീക്ഷ കഴിയുമ്പോഴും ഇവർ പറയാനുള്ളത്. അതൊക്കെ തന്നെയാണ് ഒരു ഉദ്യോഗാർത്ഥിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പം ഇവർ രണ്ടുപേരും ഇപ്പോൾ ഉദ്യോഗസ്ഥർ കൂടിയാണ്. ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട ആനന്ദ് LDCയിൽ പാവങ്ങളുടെ IAS എന്ന് പറയുന്ന LDCയിൽ ആനന്ദ് എപ്പോഴും പറയും എനിക്ക് അതിൽ ഏറ്റവും നല്ല സ്ഥാനം നേടണമെന്ന്. അതിൽ ഏറ്റവും മികച്ച റാങ്ക് നേടിയെങ്കിലും ഇപ്പോൾ LGS ആയിട്ട് വർക്ക് ചെയ്യുക. തൊടുപുഴയിൽ മൃഗസംരക്ഷണ വകുപ്പിൽ LGS ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അന്ന് 6ാം റാങ്ക് വാങ്ങിച്ച വ്യക്തിയാണ്. ഇപ്പം 2ാം റാങ്കിലേക്ക് LDCയിൽ ഉയർന്നു വന്നത്. അതൊരു വാശി തന്നെയാണ്. അതുപോലെ അർജുൻ ഇപ്പം പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ 3 ദിവസത്തെ ഇടവേളയ്ക്ക് ഓടി വന്നതാണ്. ബ്രേക്ക് കിട്ടിയപ്പോൾ വന്നതാണ്. കറക്റ്റ് ഈ സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. അർജുൻ ഇപ്പം പോലീസിലാണ്. അപ്പോൾ ആ പോലീസിൽ കയറുന്നതിന് മുമ്പ് എഴുതിയിട്ടിരുന്ന പരീക്ഷയാണ് LGSൽ. അതും മാർക്ക് അടിസ്ഥാനത്തിൽ 1ാം റാങ്ക് തന്നെ അവനും എത്തിച്ചേർന്നു. ജനറൽ കാറ്റഗറിയിൽ 4ാം റാങ്ക്. ഒത്തിരി സന്തോഷം. പ്രിയപ്പെട്ട ആനന്ദിന് ഏറ്റവും നല്ല റാങ്ക് നേടിയത് നമുക്ക് എങ്ങനെയാണ് അവൻ്റെ പഠിത്ത സ്റ്റൈല് എന്ന് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയായിരുന്നു ആനന്ദ്? എക്സാം എത്തുന്ന സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയും ഈ ജോലിയിൽ ഏറ്റവും ഉയർന്ന റാങ്കിൽ എത്തുക എന്ന് പറയാൻ 1ാം റാങ്ക് ലക്ഷ്യം ഇട്ടിട്ടില്ലെങ്കിൽ പോലും ഏറ്റവും ഉയർന്ന റാങ്കിൽ എത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു സേഫ് പൊസിഷൻ ഉണ്ടായതുകൊണ്ട്, ഒരു ജോലി ഉണ്ടായതുകൊണ്ട് നമുക്ക് അതിൻ്റെ റിസ്ക് എടുക്കാൻ പറ്റി. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡൗട്ട് ഉള്ളത് ആ ഒരു ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുത്ത ടോപ്പിക്കിൽ ഇപ്പം ഇമ്പോർട്ടൻ്റ് കൊടുത്ത നമ്മൾ ആ സിലബസ് കറക്റ്റായിട്ട് കവർ ചെയ്യുക എന്നുള്ള ആദ്യം ചെയ്തത്. ഇപ്പം സാറ് തന്നിട്ടുള്ള നോട്ടുകളായാലും എല്ലാം നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ആ എക്സാമിന് 100 മാർക്ക് മേടിക്കുക. സാർ ഇടുന്ന എക്സാമിന് 100 മാർക്ക് മേടിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഫസ്റ്റ് എയിം. അപ്പം അത് കൃത്യമായി. പിന്നെ ഹോട്ട് ടോപ്പിക്സ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് എല്ലാ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് പോകേണ്ട ഒരു ക്വസ്റ്റ്യൻസ് പോയിട്ടില്ല. കറണ്ട് അഫേഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? കറണ്ട് അഫേഴ്സ് നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റി. പരീക്ഷയ്ക്ക് അന്ന് മുതൽ പഠനം കറണ്ട് അഫേഴ്സിൽ എങ്ങനെയായിരുന്നു പഠനമൊക്കെ? എല്ലാ ദിവസവും കറണ്ട് അഫേഴ്സ് നോക്കി പോകായിരുന്നു. ഇപ്പൊ എൻട്രിയുടെ ആയാലും ഡെയിലി ഇടുന്ന കറണ്ട് അഫേഴ്സ്, അല്ല പത്രത്തിൽ വരുന്ന കറണ്ട് അഫേഴ്സ് എല്ലാം നമ്മൾ ഒരു പുസ്തകം ഉണ്ടായിരുന്നു നമുക്ക് എഴുതാൻ വേണ്ടി. ഓരോ ദിവസത്തെ എഴുതാനായിട്ട് ഒരു പുസ്തകം ഉണ്ട്. അതിനകത്ത് തന്നെ കേരളം, ഇന്ത്യ, ലോകം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് പോർഷൻ ആക്കിയിട്ട് നമ്മൾ തന്നെ ഒരു ബുക്ക് പോലെ മലയാളത്തിനോ? ഇംഗ്ലീഷ് കൃത്യമായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് തന്നെയാണ് മാർക്ക് കിട്ടുന്നത്. അതിനൊക്കെ മാത്സിനും അതിനൊക്കെ എല്ലാ ദിവസവും ഇംഗ്ലീഷും മാത്സും ചെയ്യുമായിരുന്നു. പിന്നെ മലയാളം ആവശ്യത്തിനൊക്കെ നമ്മൾ നോക്കുമായിരുന്നു. ഒത്തിരി സന്തോഷം. അതുകൊണ്ട് ആ വിജയം കൈവരിച്ചു അല്ലേ? പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല? ഇല്ലില്ല. എക്സാം കണ്ട് ക്വസ്റ്റ്യൻ കണ്ടപ്പോഴത്തേക്ക് ബാക്കിയുള്ള ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും പാടുള്ള എക്സാം ആയിരുന്നു കൊല്ലം ജില്ലയ്ക്ക്. അതെ, പക്ഷെ ആ ക്വസ്റ്റ്യൻ്റെ ടഫ് എനിക്ക് ഉപകരിച്ചു എന്നുള്ളതാണ്. നമ്മൾ സ്മാർട്ട് സ്റ്റഡിയിൽ ഉപരി ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. കാരണം കറക്റ്റ് ടോപ്പിക്കിന് ഉപരി നമ്മൾ അതെ എക്സാമിൽ നമ്മൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എക്സാം ഹാളിൽ ടെൻഷൻ ഒന്നും ഇല്ല. കാരണം എല്ലാവരും എഴുതുന്ന ഒരേ ക്വസ്റ്റ്യനാ. അവര് ഇത്ര ആൾക്കാർ 2 ലക്ഷം ആൾക്കാർ എഴുതുന്നെങ്കിൽ അവരുമായിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത്. അതെ. ടെൻഷൻ, അതുകൊണ്ട് ടെൻഷന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഒരുപാട് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അച്ഛനൊക്കെ കേക്കൊക്കെ മേടിച്ചോണ്ട് വന്ന് ഭയങ്കര സന്തോഷം.
ഈ എൻട്രിയിൽ ഇഷ്ടംപോലെ മോക്ക് ടെസ്റ്റുകൾ അന്ന് എപ്പോഴും പറയുമായിരുന്നല്ലേ ക്ലാസ്സിൽ, മോക്ക് ടെസ്റ്റുകളാണ് ഏറ്റവും പ്രയോജനപ്പെട്ടത് അല്ലേ? എല്ലാ ദിവസവും ഇടുന്ന മോക്ക് ടെസ്റ്റുകൾ ചെയ്യത്തില്ലായിരുന്നു. നമ്മൾ ഇച്ചിരി കൂടെ പഠനത്തിൽ ബെറ്റർ ആവണമെങ്കിൽ പ്രീവിയസും ചെയ്യണം, കണക്കിന് മോക്ക് ടെസ്റ്റുകളും ചെയ്യണം. കാരണം പുതിയ പുതിയ ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടെങ്കിൽ മാത്രമേ എക്സാം ഹാളിൽ നമുക്കൊരു ടെൻഷൻ ഇല്ലാതാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം സാർമാരുടെ ക്ലാസ്സുകളൊക്കെ പിന്നെ ഒരുപാട് ഉപകാരപ്പെട്ടു. അതെ, നല്ല റിവിഷൻ. അതെ, ഇംഗ്ലീഷും മാത്സ് ഒക്കെ ഞാൻ നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യായിരുന്നു. കാരണം മാത്സ് എനിക്ക് ഓൾറെഡി ബേസ് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഇപ്പം എല്ലാ മാർക്കും മാത്സിൽ മേടിക്കുക, ഇംഗ്ലീഷ് മേടിക്കുക എന്നുള്ളത് ഫസ്റ്റ് എയിം ആണല്ലോ. കാരണം അത് എല്ലാ എക്സാമിനും കോൺസ്റ്റന്റ് മാർക്കാണ്. GK ആണ് പാറ്റേൺ മാർക്ക്. അതിപ്പം GK ഒരിക്കലും ഫുൾ എക്സാമും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ഫുൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇംഗ്ലീഷും മാത്സും നമുക്ക് അങ്ങനെ അല്ല, ഒരു സേഫ് ആണ്. എല്ലാ ടെസ്റ്റുകളെല്ലാം ചെയ്യുമായിരുന്നു, എൻട്രിയിൽ എല്ലാം ചെയ്യുമായിരുന്നു, ഒരുവിധം എല്ലാം ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് ഇട്ട് തരുമായിരുന്നു, മോക്ക് ടെസ്റ്റുകളും ചെയ്യുമായിരുന്നു. പിന്നെ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസ് അല്ലാതെ ചെയ്യുമായിരുന്നു. പിന്നെ സാറിന്റെ ഹോട്ട് ടോപ്പിക്സ് നല്ലവണ്ണം ചെയ്യുമായിരുന്നു. സന്തോഷം. നിങ്ങളുടെയൊക്കെ ഈ റാങ്ക് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങ് അഭിമാനമാണ്. എന്നാലും ജീവിതത്തിൽ ഏറ്റവും നല്ല റാങ്ക് കിട്ടി. നമ്മളെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി വീണ്ടും കൊല്ലം ജില്ലയെ LGSലും മാർക്ക് അടിസ്ഥാനത്തിൽ 1ാം റാങ്ക് നേടിയതാണ് അർജുൻ കേരളവരം. ഒത്തിരി സന്തോഷം. എങ്ങനെയുണ്ട് അർജുനെ? വിളിച്ച നാൾ മുതൽ ഈ റാങ്കിനായിട്ട് പഠിച്ചതാണോ? അത് എങ്ങനെയായിരുന്നു? നല്ലൊരു റാങ്ക് വേണമെന്ന് അതിയായ ആഗ്രഹമായിരുന്നു. എല്ലാവരുടെയും ഫോട്ടോകളൊക്കെ കാണുമ്പോഴും ഒക്കെ അല്ലേ നമുക്ക് ആ സ്ഥാനത്ത് എത്തും എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ചാണോ മുന്നോട്ട്? ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ മാക്സിമം എഴുതി കഴിഞ്ഞപ്പം പ്രതീക്ഷിച്ചായിരുന്നോ? എഴുതി കഴിഞ്ഞപ്പോ നല്ല മാർക്ക്, അത്യാവശ്യം നല്ല മാർക്ക്. ആദ്യത്തെ 10-നകത്ത് പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്തായിരുന്നു അല്ലേ? ഓക്കെ. ഈ പഠിത്ത സ്റ്റൈൽ എങ്ങനെയായിരുന്നു? പഠിത്തം അണ്ണം തരുന്ന ടോപ്പിക് തന്നെയായിരുന്നു മെയിൻ ആയിട്ട് പഠിക്കുന്നത്. അത് തന്നെ ഫോളോ ചെയ്ത് റിവിഷൻ ഒക്കെ നടത്തി. എൻട്രിയുടെ മോക്ക് ടെസ്റ്റുകളൊക്കെയോ? എൻട്രിയുടെ മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് മോക്ക് ടെസ്റ്റുകളായാലും ലൈവ് എക്സാം ഡെയിലി ഇടും. അതാകുമ്പോൾ അത് നമുക്ക് പഠിച്ച സാധനമായാലും ഒന്നുകൂടെ റിവൈസ് ചെയ്യാനും പറ്റും. നമ്മൾ പഠിക്കാത്ത പുതിയ അറിവുകൾ കിട്ടുകയും ചെയ്യും. അത് ഒരുപാട് പ്രയോജനപ്പെടുന്നുണ്ട്. ഡെയിലി ചെയ്യുകയും ചെയ്യും. വീട്ടിലെല്ലാവർക്കും ഒക്കെ സന്തോഷമായി. ഏറ്റവും നല്ല റാങ്ക് നേടിയെന്ന് കൂട്ടുകാരൊക്കെ അറിഞ്ഞോ? അഭിമാനിക്കോ? കാരണം ഞങ്ങളൊക്കെ കാത്തിരിക്കുന്ന ഒരു 1ാം റാങ്ക് കിട്ടണം. പക്ഷെ ആ റാങ്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ അതൊക്കെ വലിയൊരു കാര്യമല്ലേ? അതിൽ അഭിമാനിക്കുക. ഇതുപോലെ വീണ്ടും വീണ്ടും പഠിക്കുക. ഏറ്റവും ഉയർന്ന റാങ്കുകൾ നേടണം. ഉയർന്ന ജോലികൾക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോഴും ചെയ്യുന്ന ജോലി നല്ലതാണ്, എന്നാലും ഏറ്റവും നല്ല ജോലിക്ക് വേണ്ടി വീണ്ടും വീണ്ടും ശ്രമിച്ച് ഇതാണ് ഓരോ ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കാര്യങ്ങളിലൂടെ അവർ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഇവരുടെ ക്വാളിഫിക്കേഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. അർജുൻ ITA പലരും പറയും ഡിഗ്രി വേണം, PG വേണം, എന്നാ ഭയങ്കര ബുദ്ധി ഉണ്ടാവും. ഇവൻ +2 കഴിഞ്ഞ് ITA പഠനം കഴിഞ്ഞിട്ട് PSCക്ക് ഇറങ്ങി, 1ാം റാങ്ക് നേടിയില്ലേ? ഇതുപോലെ ആനന്ദ് +2 പഠനം കഴിഞ്ഞ് പോളിടെക്നിക്കിനും പഠിക്കുമ്പോഴാണ് PSC പഠനം നേടിയത്. അതാ പറഞ്ഞ വലിയ വിദ്യാഭ്യാസത്തിലല്ല ഏറ്റവും നല്ല റാങ്ക് നേടുക, അവരുടെ മനസ്സാണ്. ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ച് ഏറ്റവും നല്ല റാങ്ക് നേടണമെന്ന് രണ്ടുപേരും തീരുമാനിച്ച മനസ്സിലാണ് 1ാം റാങ്ക്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, ഇറങ്ങിത്തിരിക്കുക. 50% ആത്മവിശ്വാസത്തോടെ ഇറങ്ങിത്തിരിച്ചിട്ട് സിലബസ് അനുസരിച്ച് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ഇവരെ പോലെ നിങ്ങൾക്കും ഏറ്റവും നല്ല റാങ്ക് നേടാം. ഇതുപോലെ ഒത്തിരി കഥകളുമായി ജീവിത വിജയം നേടിയ പലരും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരുടെ കഥകളുമായിട്ട് നമ്മൾ ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിലേക്ക് വരും. തീർച്ചയായിട്ടും അവരുടെ വിജയം നമ്മൾ ആഘോഷിക്കാനുള്ളതാണ്. എനിക്ക് നിങ്ങളോടും പറയാനുള്ളതാണ്, അടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങളുണ്ടായിരിക്കണം. ആ വാശിയോടുകൂടി പഠിച്ചാൽ ഇതുപോലെ നിങ്ങളും 1ാം റാങ്കിലോ ഏതെങ്കിലും നല്ല റാങ്കിലോ, 1ാം റാങ്ക് തന്നെ കിട്ടണമെന്ന് പറയുന്നില്ല, റാങ്കിൽ എത്തിച്ചേർന്ന് നിങ്ങളും ഇതുപോലെ വന്ന് നിങ്ങളുടെ അനുഭവ കഥകൾ പറഞ്ഞ് അഭിമാനിക്കാം. ഒത്തിരി സന്തോഷം. ഇനി പരീക്ഷ എഴുതാൻ പോകുന്ന ഓരോ ഉദ്യോഗാർത്ഥികളോടും പറയുകയാണ്, മുന്നേറുക, വാശിയോടുകൂടി പഠിക്കുക, വിജയം കൂടെ കാണും.